നമസ്കാരം കൂട്ടുകാരെ. ഇന്നൊന്ന് കണ്ണൂർ പോകണം. അപ്പം നമ്മുടെ റിക്കവറി വണ്ടി 207 അതിൻ്റെ സസ്പെൻഷൻ കംപ്ലൈൻറ്റാണ്. ടയറ് വെട്ടിത്തേഞ്ഞ് പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ സാധനങ്ങളും എടുത്തിട്ട് കണ്ണൂർ പോയി അവിടുന്ന് ലേറ്റിൽ പോയി അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നു. നടക്കുമെന്നറിയില്ല. അപ്പം ഒന്ന് വൃത്തിയായിട്ട് പണിയെടുത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാമല്ലോ. അല്ലെങ്കിൽ ടയർ ഒരു 6 മാസം പോലും നിൽക്കുന്നില്ല. ടയർ കംപ്ലൈൻ്റ് ആവുക. അപ്പോൾ അതുകൊണ്ട് പോകാൻ ഉണ്ടോ. ഇപ്പം നമ്മൾ സസ്പെൻഷൻ്റെ ഫുള്ളായിട്ടുള്ള അസംബ്ലി ഫുള്ളായിട്ട് എല്ലാം ഊരിയെടുത്തു. ഉണ്ടല്ലേ, എല്ലാം ഊരിയെടുത്തു. അതുപോലെ വീലിൻ്റെ ഡിസ്ക് അവിടെ ഇരിപ്പുണ്ട്. ഇത് കോയിൽ സ്പ്രിങ് ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ സാധനങ്ങളും ഊരിയെടുത്തു. അതേപോലെ തന്നെ കാണിച്ചിട്ടാണ് ഉണ്ടോ. ഈ സൈഡിലും എല്ലാ സാധനങ്ങളും ഊരിയെടുത്തു. സ്റ്റിയറിംഗ് ബോക്സ് അടക്കം പണിയെടുക്കണം നമുക്ക്. എന്നാൽ മാത്രമേ അത് വൃത്തിയാവുള്ളൂ. അതേപോലെ തന്നെ ടയർ കാണിച്ചില്ല. ടയർ മൊത്തം വെട്ടി തേഞ്ഞു ഉണ്ടല്ലേ. ഒരു സൈഡ് മാത്രം, ഒരു സൈഡ് കട്ടയുണ്ട്, അപ്പുറത്തെ സൈഡ് കട്ടയില്ല, അതുപോലെയായി. അതുപോലെ തന്നെ ഇത് ഇങ്ങനെയാണ് പാർട്സ് കണ്ടോ. ഇത് ലോവറാമെൻ്റ് ഉണ്ടല്ലേ, പോയിട്ടാണുള്ളത്. ഇത് അപ്പറാമെൻ്റ്, ഇതും പോയിട്ടാണുള്ളത്. ബുഷുകൾ കണ്ടില്ലേ, ലോവറാമിൻ്റെ ബുഷ് കണ്ടോ, ഇളകിപ്പോകുന്നത് കണ്ടില്ലേ, ഇളകിപ്പോന്നു. അതേപോലെ ഈ ഒരു ബുഷും നമുക്ക് മാറണം, ചേഞ്ച് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബുഷ്, ഇത് 2 ബുഷും, അപ്പറാമിൻ്റെ 2 ബുഷും ചേഞ്ച് ചെയ്യണം. ഷോക്കിൻ്റെ ബുഷ്, അതേപോലെ തന്നെ ഷോക്കിൻ്റെ ബുഷ് കംപ്ലൈൻ്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ ഉണ്ടോ, ഒറ്റ പോയി കിടക്കുക. ഈ റാഡ് ഇത് മാറണം, ഇതും പോയിട്ടുണ്ട്. ടയറോഡ് എൻഡ് പോയിട്ടുണ്ട്, കംപ്ലൈൻ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സെറ്റപ്പായാൽ വണ്ടി വൃത്തിയായി. അങ്ങനെ ഓരോ സാധനങ്ങളും ഞാൻ വണ്ടിയിലേക്ക് കയറ്റി വെക്കുവാണ്. കണ്ണൂർ കൊണ്ടുപോകേണ്ട രക്ഷയില്ല. ഓരോ സാധനങ്ങളും വണ്ടിയിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് പോയി അവിടുന്ന് ചെയ്തിട്ട് വരണം. അതിനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ കണ്ണൂർ പോയിട്ട് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ.